മക്കളെ നമസ്കാരം. സുഖമല്ലേ? വെക്കേഷനൊക്കെ തകർക്കുന്നുണ്ടോ? നമ്മളുടെ 10ാമത്തെ ക്ലാസ്. ഇപ്പോൾ നമ്മുടെ ചെടിയിൽ നമ്മളൊരു ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് പോയത്? ഇടത്തേക്ക് പോയല്ലേ. അപ്പോൾ ജംഗ്ഷൻ വരെ ആയപ്പോൾ നമ്മൾ 2 പ്രത്യേക കാര്യങ്ങൾ പഠിച്ചു. 1S, അതായത് സ്ട്രെയിറ്റിലാണ് കിടക്കുന്നത്, ചിഹ്നമില്ല. 6R എന്ന് പഠിച്ചു. ഇ ഈ ഉ ഊ ഋ 6 അക്ഷരങ്ങൾക്ക് വലതുഭാഗത്ത്. പിന്നെ നമ്മൾ ഇടത്തേക്ക് പോയി. അവിടെ നമ്മൾ എ എന്നുള്ള അക്ഷരവും അതിൻ്റെ ചിഹ്നം പുള്ളി, അതുമായിട്ട് ചേർന്ന വാക്കുകളും വാചകങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ നമ്മുടെ 9ാമത്തെ അക്ഷരം, അപ്പോൾ 8ാമത്തെ ചിഹ്നം അല്ലേ, എ. നിങ്ങളുടെ 2 വരെ എടുക്കുക. ഏറ്റവും ഇടത് ഭാഗത്ത് എ എന്ന് കൊടുക്കുക. വാക്കുകൾ, എഴുതിയ വാക്കുകൾ വായിക്കാം. കുറേ വാക്കുകൾ നമുക്ക് വിട്ടുകളയേണ്ടി വരും. എഴുതിയത് വായിക്കുന്നത് ഏണി. ഏണി എന്നുള്ള വാക്കിൻ്റെ മധ്യത്തിൽ നടുഭാഗത്ത് ഷ ചേർത്താൽ എന്താകും? ഏഷണി. ഏമാൻ, ഏലാതി, ഏഴിമല, ഏഴകൾ. അടുത്ത ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? മുകളിൽ ഏകാരം, ചിഹ്നം, കെട്ടുപുള്ളി എന്ന് പറയും. കെട്ടുപുള്ളി, എന്നുള്ള ശബ്ദം കൊടുക്കാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വാക്കുകളിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചിഹ്നം ഏതായിരിക്കണം? എന്നുള്ള ശബ്ദമുള്ള ചിഹ്നം, കെട്ടുപുള്ളി ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. പിന്നെ നമ്മൾ പഠിച്ച അവിടം വരെ പഠിച്ച എല്ലാ ചിഹ്നങ്ങളും നമുക്ക് ഉപയോഗിക്കാം. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും തുടങ്ങുന്ന വാക്കുകളും എഴുതാം, വായിക്കാം. അനേകർ, ആഷേർ, ഇവിടെ, ഇതിനെ, ഇവളെ, ഇവനെ, ഇവരെ. ഈ പേന, ഈ ചേന, ഈ വെച്ച് നമ്മൾ അങ്ങനെയാണല്ലോ. ഉഷേ, ഉഷ എന്നല്ല, ഉഷേ വിളിക്കില്ല നമ്മൾ, ഉഷേ എന്ന് വിളിക്കില്ല, അതേപോലെ ഉഷേ. ഊടേ, ഊടേ. ഋണേ, ഋഷിയേ. എൽസിയേ, എവിടെ. കസേര, കേസരി, കരസേന, കേരളീയർ. ഘേൽ, ഗേളി, ചേരി, ചേര, ചേരുവ. ടേബിൾ, ഡേ. തേൻ, തേൾ. ദേവൻ, ദേവി, ദേവിക, ദേവു എഴുതാം. ധേനു. നേരിൽ, ഭഗവാനേ, ഭഗവതിയേ. ഭേദമായി, ഭേദമാവുക. മാനേജർ. മേരി, യേശു, മേലധികാരി. രേവതി, രേണുക, ഏസർ. വേദി, വേദന. വേളി, വേലി. ശേഷൻ, ശേഷി, ഷേർലി. സേന, സേമിയ, സേതു. ഹേന, ഹേമലത. റേഷൻ കട. കൂടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം കേട്ടോ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട നമ്മുടെ ഭാഗം, വാചകങ്ങൾ. ആ വാചകം എഴുതുമ്പോൾ നമുക്ക് ഇപ്പോൾ 36കൾ കൂടിക്കൂടി തന്നെയാണ് അല്ലേ. ആ ചിഹ്നമൊന്നുമില്ലാതെ 36. പിന്നെ ആ ദീർഘം 36. ഈ വള്ളി വെച്ചിട്ട് 36. ഈ കെട്ടുവള്ളി 36. ഉകാരം 36. ഊകാരം 36. ഋ 36. ഋകാരം. എ പുള്ളി 36. ഏ 36. ചില്ലുകൾ 5 എണ്ണം. പിന്നെ നമുക്ക് കൂട്ടക്ഷരവും അനുസ്വാരവും ഒന്നും വേണ്ട, നമ്മൾ അടുത്തടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അനുസ്വാരമൊക്കെ ഇപ്പം തന്നെ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഹൃദയരെ, ഭൂമിയിലെ മാലാഖമാരെ വളരെ നീതിയാലെ കാണുക എന്നൊക്കെ നമ്മൾ എഴുതി. ആ എ എന്നുള്ള ചിഹ്നത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും ചിഹ്നങ്ങളൊക്കെ എല്ലാം ഒപ്പിക്കാനും അല്ലേ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എഴുതി. പക്ഷേ ഈ സഹൃദയരെ എന്ന് പറയുന്നേക്കാളും സഹൃദയരേ എന്ന് നീട്ടുമ്പോൾ അതിന് കുറച്ചും കൂടി ശക്തി വരും. സഹൃദയരേ, ഭൂമിയിലെ മാലാഖമാരെ വളരെ നീതിയാലേ കാണുക. അവിടെയും അനീതിയാലെയും കുറച്ചങ്ങോട്ട് നീട്ടിയാൽ ശബ്ദം കൊടുത്താൽ കുറച്ചും കൂടി ഊന്നൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ചിഹ്നത്തിലേക്ക് കിടക്കാം. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? ഭഗവാനേ കനിയണമേ, കനിയണേ അല്ലേ? ഈശോയെ, അപ്പം യേശുവേ, യേശുവേ കനിയണമേ. ജഗദീശ കനിയണമേ. ഏഴകളിൽ കനിയണമേ. എളിയവരിൽ കനിയണമേ. കൃപയാലേ കനിയണമേ. അപ്പം കനിയണമേ, കനിയണമേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചിഹ്നം വരും. ഇനി ക്ലാസ്സുകളിൽ നമ്മൾ മേനി പറച്ചിൽ എന്നുള്ള ഒരു പ്രവർത്തനം ചെയ്യും. അതായത് ഉരുളക്കിഴങ്ങ് വരും, ഉരുളക്കിഴങ്ങ് മഹിമ പറയും. വെണ്ടക്ക വരും. അങ്ങനെ ആരെയും പട്ടിയെയോ പൂച്ചയെയോ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ആനിമൽസ്, ബേഡ്സ് എന്തിനെ വേണമെങ്കിലും നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കും. കേൾക്കുക. ആരാണേ ആരാണേ മേനി പറയണതാരാണേ? ഞാനാണേ ഞാനാണേ മേനി പറയണ ഞാനാണേ താമര. പിന്നെ താമരയുടെ വിശേഷങ്ങൾ പറയും. നമുക്കിപ്പോൾ വിശേഷങ്ങൾ എഴുതാൻ പറ്റില്ല, അല്ല മിക്കവാറും കൂട്ടക്ഷരങ്ങളും അനുസ്വാരമൊക്കെ ആവശ്യമായിട്ട് വരും. നമ്മൾ വിശേഷം എഴുതുന്നില്ല, ഈ പാട്ട് മാത്രം എഴുതുക. ഇനി നമുക്കിതിൻ്റെ രീതി മാറ്റാം. ആരാണേ ആരാണേ മേനി പറയണതാരാണേ? ആരാണേ ആരാണേ മേനി പറയണതാരാണേ? ഞാനാണേ ഞാനാണേ മേനി പറയണ ഞാനാണേ പാവൽ. പിന്നെ പാവക്കയുടെ വിശേഷം. ആരാണേ ആരാണേ മേനി പറയണതാരാണേ? ഞാനാണേ ഞാനാണേ മേനി പറയണ ഞാനാണേ പുലി തൻ്റെ വിശേഷങ്ങൾ പറയുന്നു. നമുക്ക് ആരാ വേണമെങ്കിലും എഴുതാം കേട്ടോ. ചോദ്യമാണ് അടുത്തത്. ആരാണു കേരളീയർ? ആരാണ് കേരളീയർ? കേരളത്തിൽ താമസിക്കുന്നവരല്ലേ. അവരുടെ ഭാഷ എന്താണ്? മലയാളം. അപ്പോൾ അവരെ പറയുന്നത് മലയാളികൾ. അപ്പോൾ എന്തെഴുതണം? മലയാളികളാണു കേരളീയർ. മലയാള ഭാഷ പറയണവരാണ്, നാടൻ ഭാഷ. മലയാള ഭാഷ പറയണവരാണ് കേരളീയർ. നമ്മൾ 2 സെൻറ്റൻസ് എഴുതി. എന്താണ്? മലയാളികളാണു കേരളീയർ, മലയാള ഭാഷ പറയണവരാണ് കേരളീയർ. ഇത് രണ്ടും കൂടി ചേർത്ത് ഒറ്റ വാചകമാക്കാം. എങ്ങനെയാണ്? മലയാള ഭാഷ പറയണ മലയാളികളാണു കേരളീയർ. ഒറ്റ വാക്കാക്കി. ഓക്കെ, അടുത്തത് നോക്കാം. ചോദ്യം തന്നെ. ആശാനേ ആശാനേ മേലേ ആരാണാശാനേ? ഏമാനേ ഏമാനേ മേലേ ആണൻ മണിമേട. അടുത്തത്. ആശാനേ ആശാനേ താഴെ ആരാണാശാനേ? ഏമാനേ ഏമാനേ താഴെ ആണൻ പുൽമേട. ഇവിടെ എല്ലാ ചിഹ്നങ്ങളൊക്കെ വന്ന് അതുകൂടി നമ്മൾ നോക്കണ്ടേ? നോക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് ആശാനേ ആശാനേ എന്ന് വിളിച്ചതുമുണ്ട്, ചിഹ്നവുമുണ്ട്. പിന്നെ വന്നു. മേലെ ആരാണാശാനേ? അവിടെയും ചിഹ്നവും ആ ചിഹ്നവും. മേലെയാണൻ മണിമേട. വന്നു, മണി വന്നു അല്ലേ. അപ്പം ഇ വന്നു. എവിടെയാണ് വന്നേക്കണത്? മേലെയാണൻ ആണൻ, അവിടെ ശബ്ദം വന്നു അല്ലേ. അതുപോലെ തന്നെ താഴ്ത്തും. പിന്നെ ഒരു ചിഹ്നം അവിടെ കൂടിയത് എന്താണ്? താഴെയാണൻ പുൽമേട. പുൽമേട വന്നപ്പോൾ ഉകാരവും വന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടാവുന്നതാ ഈ എന്നുള്ള ശബ്ദമില്ല,
ഊ വന്നിട്ടില്ല, റ് വന്നിട്ടില്ല. അല്ലേ? നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം കേട്ടോ, ചിഹ്നങ്ങളെല്ലാം ഉണ്ടോയെന്ന്. ഓക്കെ. ഈ ഭൂമിയിൽ നമ്മൾ പല പല കാഴ്ചകൾ കാണുന്നുണ്ട് അല്ലേ? ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഈ ലോകം മുഴുവനും ഉള്ള അതിഗംഭീരങ്ങളായ മനുഷ്യനിർമ്മിതങ്ങളായ ഒത്തിരി കൗതുകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത്ഭുതങ്ങൾ, ലോകാത്ഭുതങ്ങളുണ്ട്, അത്ഭുതങ്ങളിൽ പട്ടികയിൽ പെടാത്ത മറ്റുള്ള അത്ഭുതങ്ങളുണ്ട്. ഇതെല്ലാം പലരുടെയും കൂട്ടായ്മയാണ്. ചില ആൾക്കാരുടെ പണം, ചില ആൾക്കാരുടെ ബുദ്ധി, ചില ആൾക്കാരുടെ മറ്റ് പല കഴിവുകളെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ്. ഇന്ന് ജോലിക്ക് കൂലിയുണ്ട്. വളരെ നാളുകൾക്ക് മുൻപ് കൂലിയില്ല, അടിമവേലയെന്ന് പറയും. അടിമകളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചവടം നടത്തുന്നത്. അവർ മേലധികാരികളുടെ ആജ്ഞ അനുസരിച്ച് ചെയ്യുക, കൂലിയൊന്നുമില്ല, അടിമപ്പണി എന്നാണ് പറയുന്നത്. അപ്പം അവരുടെ ഓർമ്മക്കായിട്ട് 2 വരി. തൃണമാമടിമകൾ അനേകരാലെ, തൃണമാമടിമകൾ അനേകരാലെ പണിതതാണീ ഭൂമിയിലെ ബഹുമുഖ കരവേലകൾ. അതായത് പുല്ലിൻ്റെ വില പോലും ഇല്ലാത്ത അടിമകളെ കൊണ്ടാണ് നമ്മുടെ ബുദ്ധിയും പണവും ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന പല സൗധങ്ങളും, അത് രാഷ്ട്രീയപരമാകാം, മതപരമാകാം, ഭരണപരമാകാം, എന്തുമാകാം, അനേകം അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ഇന്ന് ഉണ്ടെങ്കിൽ അത് ആരുടെ കരവേലയാണ്? തൃണമാമടിമകൾ അനേകരാലെ പണിതതാണീ ഭൂമിയിലെ ബഹുമുഖ കരവേലകൾ. എല്ലാ ചിഹ്നവുമുണ്ട്, കണ്ടുപിടിക്കണം. ആ ആ ഇ ഈ ഉ ഊ ഋ ഏ വരെയുള്ള ചിഹ്നങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഇന്ന് ഏതാണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എല്ലാം കേട്ടോ. വെക്കേഷൻ അടിച്ച് പൊളിക്കുക. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് തുല്യമാണ്. നമ്മൾ ഉറങ്ങണത് എന്തിനാ? നമ്മുടെ ബ്രെയിനൊക്കെ ക്ലിയർ ആകാനാണ് അല്ലേ? അതുപോലെ വെക്കേഷൻ നമ്മൾ ഫുൾ ഫ്രീ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള രീതിയിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നെക്സ്റ്റ് ഇയർ നമ്മൾ സ്കൂളിലേക്ക് പോകാനും വേണ്ടിയാണ്. അപ്പം ചിഹ്നങ്ങളൊക്കെ നന്നായിട്ട് ഉറപ്പിക്കുക, നല്ല കാര്യങ്ങളിൽ ഇടപെടുക, ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ പ്രാർത്ഥിക്കുക, കനിയണമേ കനിയണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം അടുത്ത ക്ലാസ്.